പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. ഇറാൻ തിരിച്ചടിക്കുന്നു. ഇസ്രായേലിനെതിരെ ടെലവീവിൽ വീണ്ടും ഉഗ്ര സ്ഫോടനങ്ങൾ എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സിപ്പോറ മേർ, മലയാളി കൂടിയായ സിപ്പോറ മേർ, ഇസ്രായേലിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ അവിടെ നിന്നുള്ളത്? ഇപ്പോൾ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണോ? ഹലോ, ഗ്രീറ്റിംഗ്സ് ഫ്രം ഇസ്രായേൽ. ഐ എം സിപ്പോറ മേർ. ഞാൻ കേരളത്തിൽ ജനിച്ചാണ്, എറണാകുളത്ത് ജനിച്ചതാണ്. ഇപ്പൊ മൈഗ്രേറ്റഡ് ടു ഇസ്രായേൽ മെനി ഇയേഴ്സ് അഗോ. ഇപ്പൊ വളരെ ടെൻസ് സിറ്റുവേഷൻ ആണ്. ഇന്നലെ രാത്രി മുഴുവൻ ഒരു 4 പ്രാവശ്യം ഞങ്ങള് ഷെൽട്ടർ. ഇപ്പോഴും അതെ, ഇപ്പോഴും 10 മിനിറ്റിന് മുമ്പും ഞങ്ങൾ ഷെൽട്ടറിൽ നിന്ന് ഇറങ്ങിയതുള്ളൂ. വളരെ വളരെ പ്രയാസം, ടെൻസ് സിറ്റുവേഷൻ ആണ്. പക്ഷേ നമ്മൾ ഇതറിയാം, ഞങ്ങൾക്കറിയാം ഹൗ ടു കോപ്പ് വിത്ത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതായിട്ട് യോജിച്ചു പോകുന്നുണ്ട്. പലതവണ ഇസ്രായേൽ ഇത്തരം സിറ്റുവേഷനിൽ കൂടെ പോയതാണല്ലോ. അപ്പോൾ താങ്കൾ അവിടെ ഉള്ള സമയത്ത് തന്നെ ആയിരിക്കുമല്ലോ സിറ്റുവേഷൻ ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇറാന്റെ അറ്റാക്ക് കൂടുതൽ പേടിപ്പിക്കുന്നതാണോ? അതോ ഈ ബങ്കറുകളും ഷെൽട്ടറുകളും ഇരിക്കുന്നത് സേഫ് ആണ് എന്ന് തന്നെയാണോ? പ്രത്യേക എന്തെങ്കിലും അലർട്ട് ഉണ്ടോ അവിടെ? സേഫ് ആണ്. All bunkers are safe, but always there is some mishaps. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് Iron Dome system intercept almost all of them, but there are some mishaps. So ഇപ്പോഴും ഒരെണ്ണം വീണിട്ടുണ്ട്, ഒരു ഏരിയയിൽ വീണിട്ടുണ്ട്, കുറച്ച് ഡാമേജ് ഉണ്ട്. Of course there are damages and also casualties. പക്ഷേ we are safe in Israel. We have proper defense systems protect us. ടെലവീവിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഇറാൻ പറഞ്ഞിരുന്നല്ലോ. ഇറാൻ അങ്ങനത്തെ ഒരു ത്രെട്ട് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാരെ പാനിക് ആക്കിയിട്ടുണ്ടോ? അത് ഒട്ടുമില്ല. എല്ലാവരും അവരവരുടെ വീടുകളിലും ഇതിലാണ്. ഇതിപ്പോ 1.5 കൊല്ലമായിട്ട് ഞങ്ങൾ ഇത് ഗാസയിൽ നിന്നും ലെബനോനിൽ നിന്നും എവിടുന്ന് എല്ലായിടത്തും ഉള്ളതാണ്. ബട്ട് ഇസ്രായേൽ ഫൈറ്റ് ബാക്ക് ആൻഡ് ഇസ്രായേൽ is succeeding in that. അതായത് ഇത് ഇനി എത്ര സമയത്തേക്ക് ഇത് പ്രൊലോങ് ചെയ്ത് പോകും? ഇതൊരു ശരിക്കൊരു പ്രോപ്പർ വാറിലേക്ക് കടക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു റിപ്പോർട്ട് ഇസ്രായേലിലുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ടെൻസ് സിറ്റുവേഷൻ അവിടെ ഉണ്ടോ? അറ്റ് ദ മൊമെന്റോ ചിലപ്പോ കുറച്ച് ദിവസം കൂടി എടുക്കും എന്നാണ് പറയണത്. പക്ഷേ യു കനോട്ട് പ്രെഡിക്റ്റ് എനിത്തിങ്. ഈ ഇസ്രായേലിലുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിനെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കേഴ്സിനെയൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവിടെ നേരത്തെ മൈഗ്രേറ്റ് ചെയ്തതാണ്, നിങ്ങൾ ഇസ്രായേൽ സിറ്റിസൺസ് ആണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലും തിരിച്ച് ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇല്ല. നോട്ട് അറ്റ് ഓൾ. എല്ലാവരും വളരെ ഞങ്ങൾ സേഫ് ആണ്. ഞങ്ങൾ ഇപ്പൊ ഇത് സൈറൻ അടിക്കുമ്പോ ഷെൽട്ടർ റൂമിലോ സേഫ്റ്റി റൂമിലോ കെയർ ചെയ്യണമെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. ഇറ്റ് പ്രൊട്ടക്ട്സ് us. അപ്പൊ ആരും പുറത്തോട്ട് അങ്ങോട്ട് നോ സച്ച് സിറ്റുവേഷൻ നൗ. എത്ര സമയം ഈ സൈറൻ അടിച്ച് എത്ര സമയം നിങ്ങൾക്ക് ഷെൽട്ടർ റൂമിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും? എത്ര നേരം അതിനകത്ത് നിന്നാലാണ് പിന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റുക? അവര് പറഞ്ഞവരെ ഹോം ഫ്രണ്ട് പറയണത് വരെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. ക്ലിയർ സിഗ്നൽ കിട്ടിയതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാവുള്ളൂ. യൂഷ്വലി എത്ര സമയമാണ് ഇരിക്കേണ്ടി വരാറുള്ളത് സാധാരണ? ഇപ്പോഴൊക്കെ ഷെൽട്ടറിലായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. On and off we were last night on and off we were in the shelter. 12 മണിക്ക് ഒരു അരമണിക്കൂർ ഇരുന്നു. പിന്നെ 3 മണിക്കായപ്പോ പിന്നെ ഒരു another half an hour. പിന്നെ 5 മണിക്ക് കയറിയപ്പോ 20 മിനിറ്റ്. ഇപ്പോഴ് ഒരു 20 മിനിറ്റ് പിന്നെ ഇരുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് ഇപ്പോഴും ഉണ്ടായിരുന്നു. ചില സമയത്ത് 2 മണിക്കൂർ വരെയൊക്കെ ഇരിക്കാറുണ്ട്. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ, ഡിപ്പെൻസ് on the barrage of missiles they send. So until we know it is all clear, we get the all clear signal, we cannot go out. അതായത് ഒരു ലെസ് ദാൻ 2 hours അല്ലെങ്കിൽ 3 hours ആണ് മാക്സിമം ഇരിക്കേണ്ടി വരിക. ബാക്കിയുള്ള ഫെസിലിറ്റീസുകളൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് ഇസ്രായേൽ. എല്ലാവരും ഫുള്ളി ഓക്യുപ്പൈഡ്. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ പോകുമ്പോ തന്നെ കയ്യിൽ കുറച്ച് ഭക്ഷണമായിട്ട് ഇരിക്കണം. എപ്പോഴാണ് ഇറങ്ങാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ല. അപ്പൊ
മിക്കവാറും ഞങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും എല്ലാവരും ഫുള്ളി ഓക്യുപ്പൈഡ്, കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കുള്ളവരെല്ലാവരും അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിരിക്കും. ഇത് യൂസ്ഡ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞു. യൂസ്ഡ് ആണ്, അത് യു ഡോണ്ട് വാണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞു. പക്ഷേ Unfortunately, we are used for that. If that situation over 1 year and 8 months since the October 7 war broke out in Gaza. Since then, from ഹിസ്ബുള്ളയുടെ അറ്റാക്സും ലെബനോനിന്നും ഹിസ്ബുള്ളയും ഹൂത്തീസ് കഴിഞ്ഞ മാസം ഒരു 40-50 ഇതുണ്ട്. പക്ഷേ ഇറാനുള്ളത് വളരെ ഇന്റൻസിഫൈ ആണ്. അവർ 1-2 ഇതല്ല, ഇത് ബാരേജ് ഓഫ് മിസൈൽ ഡിസെൻഡ്. സോ വി ഹാവ് ടു ബി മോർ പ്രിക്കോഷ്യസ്. വി ഹാവ് ടു നീഡ് ആൻഡ് വി ഹാവ് ടു ബി മോർ ടൈം in the shelter. യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷെ ഇതൊരു ഡെയിലി ലൈഫിനെ അഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ആൾക്കാർ ജോലിക്ക് പോകുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ it affects daily life, of course. ഇപ്പൊ ഇന്ന് എല്ലാവരും എന്റെ മക്കളെല്ലാവരും ജോലി എടുക്കുന്നത് വീട്ടിൽ നിന്നാണ്. അവരെല്ലാവരും ജോലി ഉണ്ട്, പക്ഷെ വീട്ടിൽ നിന്നാണ് ജോലി എടുക്കുന്നത്. എന്താണ്, അഫ്കോഴ്സ് ഇന്നലെ ഞങ്ങൾ പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇന്ന് പോകാൻ ചെയ്തിരുന്നുണ്ട്. അപ്പോഴേക്കും ഇത് വന്ന് അപ്പൊ തന്നെ ഇത് ഇപ്പൊ എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ വി ഗോട്ട്, ബട്ട് വി ഡു run our life as normal as possible according to the situation. കുറെ കാലം മുൻപ് ഇസ്രായേലിലേക്ക് പോയ ഒരുപാട് മലയാളികളുണ്ട്. താങ്കൾ അടക്കമുള്ളവരുടെ ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഇതുമായിട്ട് യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഇതൊരു ഒരു ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നില്ല. യു ആർ ഗെറ്റിംഗ് അലോങ് വിത്ത് സിറ്റുവേഷൻ. We are getting along with the situation. Absolutely, we are getting along. We have no other choice. It's a war of no choice. Because before this Yemen, Iran people, destroy Israel, we have to strike back for our safety, for Israel's existence. ഇപ്പോൾ ഈ ഒരു വാർ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ മൂവ്മെന്റിന്റെ ഒക്കെ ക്രിട്ടിസൈസ് ചെയ്തുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിലുള്ള നിങ്ങൾ കരുതുന്നത് ഇസ്രായേൽ ഇസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്, ഇത് പ്രോപ്പർ മൂവ്മെന്റ് ആയിട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഇസ്രായേലിലുള്ള സിറ്റിസൺസ് വിശ്വസിക്കുന്നത്, അല്ലേ? Exactly. We have no other choice but to defend ourselves. It's a war of no choice. ഇത് ചെയ്തില്ലെങ്കിൽ അവര് നമ്മളെ ന്യൂക്ലിയർ ഐറ്റം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഇസ് എ വെരി ടൈനി കൺട്രി, one third of Kerala only, and less than 10 million people. So if we won't protect us, we will be destroyed. So we have no choice but to fight back and to protect ourselves. That is how our government is doing, and what that Israeli authorities are doing. Full-hearted. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുന്നത്, ഇസ്രായേൽ സ്വന്തം കൺട്രി ആയിട്ട് നിങ്ങൾ സ്വീകരിച്ചതാണ്, ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ ഗെറ്റിംഗ് അലോങ് ആണ് എങ്കിലും ഏതെങ്കിലും തരത്തിൽ